ജന്മഭൂമിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉണരാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ശിവഗിരിയിൽ നിന്ന് ആരംഭിച്ച ഈ ജാഗ്രതാ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അർജുൻ അസോസിയേറ്റ്സിന്റെ എം ഡി ഡോക്ടർ ബി അർജുനൻ അവർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച റവറൻ ബിഷപ്പ് ജ്ഞാനശിഖാമണി കുളമടയിൽ, മുഖ്യ അതിഥിയായി വേദിയിൽ സന്നിധിയായിട്ടുള്ള നമുക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത അഭിനേത്രി ശ്രീമതി പ്രവീണ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സെന്റ് ജോൺസ് കോളേജ് അഞ്ചലിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കുട്ടി അവർ, ശ്രീ JR പാലക്കൽ അവർ, ഫാദർ ജീവദാസ് അവർ, നവോദയ വി കൃഷ്ണൻകുട്ടി അവർ, ശ്രീ KP ഹരികുമാർ അവർ, ശ്രീ ഉദയൻ കുക്കോട്, ശ്രീ ദുഷ്യന്തൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സൌത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കപ്പാലമൂട് ബിജു, ശ്രീ സന്തോഷ് കുമാർ, മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ജന്മഭൂമി ദിനപത്രം കഴിഞ്ഞ 50 വർഷക്കാലമായി മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ജന്മഭൂമിയുടെ ഓൺലൈൻ എഡിറ്റർ ശ്രീ പി ശ്രീകുമാർ നമ്മളോട് സംസാരിച്ചു. ഏത് പശ്ചാത്തലത്തിലാണ് ജന്മഭൂമി ഇത്തരത്തിലുള്ള ഒരു യാത്രയെക്കുറിച്ച് ആലോചിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തനം എന്നുള്ളത് ജനാധിപത്യത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിന്റെ 5ാമത്തെ തൂണ്, 5ാമത്തെ സ്തംഭം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആ പ്രവർത്തനം ഏറ്റവും സ്തുത്യർഹമായി നാടിനോടും ജനതയോടും പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമം എന്നുള്ള നിലയിൽ ജന്മഭൂമി 50 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ അത് കേവലം ആഘോഷങ്ങളുടെയും ആഹ്ലാദത്തിന്റെയും ഒരു അവസരം മാത്രമായിട്ട് മാറുന്നതിന് പകരം സമൂഹത്തോടുള്ള കടമ നിറവേറ്റാൻ ഉതകുന്ന തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ജന്മഭൂമി മാനേജ്മെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ഈ തരത്തിലുള്ള ഒരു ജാഗ്രതാ യാത്ര ശിവഗിരിയിൽ നിന്ന് ആരംഭം കുറിച്ച് ഇവിടെ കാട്ടാക്കടയിൽ സമാപിക്കാൻ ഉതകുന്ന തരത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ശിവഗിരിയിൽ നിന്ന് ഈ യാത്രയുടെ ആരംഭം കുറിച്ചതിന്റെ പശ്ചാത്തലവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ സാഹചര്യമൊക്കെ വരുന്നതിനും എത്രയോ കാലം മുൻപ് നമ്മുടെ ആധ്യാത്മിക നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കേരളം നേരിടാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയ മഹത് വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ അന്ന് നമ്മളോട് പറഞ്ഞ വാക്കുകൾ അത് പതിറ്റാണ്ടുകൾക്ക് ശേഷവും പ്രസക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതായിരുന്നു ഗുരുദേവന്റെ വാക്കുകൾ. മദ്യം എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് കേവലം ലഹരി പാനീയം ആയിട്ട് കണക്കാക്കപ്പെടുന്ന കള്ളോ ചാരായമോ മാത്രമല്ല, പകരം
ബുദ്ധിയെ വികലമാക്കുന്നതെല്ലാം മദ്യമാണ് എന്നുള്ള അർത്ഥമാണ് ഗുരുദേവൻ ആ വാക്കുകൾക്ക് നൽകിയിരുന്നത്. മാത്രമല്ല, ഗുരുദേവൻ ഒരു വ്യക്തി ആചരിക്കേണ്ട കാര്യങ്ങൾ, ഓരോ വ്യക്തിയുടെയും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പാലിക്കേണ്ട യമനിയമങ്ങൾ, നിയന്ത്രണങ്ങളും അതോടൊപ്പം ജീവിതചര്യയും അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ശുദ്ധിപഞ്ചകവും ധർമ്മപഞ്ചകവും ഈ സമൂഹത്തോട് വിളംബരം ചെയ്തത്. പഞ്ചധർമ്മങ്ങളിൽ അഹിംസയും സത്യവും അസ്തേയവും ബ്രഹ്മചര്യവും അപരിഗ്രഹവും, ഈ അപരിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ബാക്കിയെല്ലാം ഗുരുദേവൻ അതേപോലെ സൂചിപ്പിച്ചു. അപരിഗ്രഹത്തിന്റെ സ്ഥാനത്ത് മദ്യവർജനം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി, ആ ലഹരിയെക്കുറിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയൊരു വിപത്തായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ദുഷ്പ്രവണത, ഒരു വിപത്ത്, ആ വിപത്ത് കേരളത്തെയും ആപൽക്കരമായിട്ടുള്ള വിധത്തിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ചിന്തിക്കുന്നവരായിട്ടുള്ള ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ എങ്ങനെ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ അറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരെങ്ങനെ ഇതുപോലെയുള്ള പ്രവണതകൾക്ക് വശംവദരാകുന്നു എന്നുള്ളത് നമ്മളെ ഓരോ നിമിഷവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആഗോളതലത്തിൽ വലിയ വൻശക്തികളായിട്ടുള്ള രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിലെ സർക്കാരുകൾക്കപ്പുറത്ത് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് പല വഴികളിലൂടെ അറിയാൻ ഇടവന്നിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള ഒരു ആഗോള ശൃംഖല ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ജാഗ്രതയോടുകൂടി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കേണ്ട കാര്യമാണ്. വലിയ സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളാണ് ഈ സംഘങ്ങൾ മുഴുവൻ തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളെ ഭരിക്കുന്ന സർക്കാരുകൾ, ആ സർക്കാരുകളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ലഹരിയുടെ വിപണന ശൃംഖലയുടെ ഭാഗമായി മാറാൻ, അങ്ങനെ മാറ്റാൻ ഉള്ള പ്രവർത്തനം, അതിനുള്ള ശേഷി അത്തരത്തിലുള്ള സംഘങ്ങൾ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദവും ഭീകരവാദ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പണവും അതിനൊക്കെയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ വളർന്നു വന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോയി ഇന്ന് രാസലഹരിയുടെ ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 47ഓളം ലബോറട്ടറികൾ ഇത്തരത്തിലുള്ള രാസലഹരി വികസിപ്പിച്ചെടുക്കുന്ന, ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ലബോറട്ടറികൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തി അടച്ചുപൂട്ടിച്ചു, നശിപ്പിച്ചു എന്നുള്ള വാർത്ത, ആ വസ്തുത നമ്മളെല്ലാവരെയും പേടിപ്പെടുത്തുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളറിയാതെ നമ്മുടെ യുവതലമുറ ഇത്തരം
കാര്യങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ജന്മഭൂമി ഈ രീതിയിലുള്ള ഒരു ജാഗ്രതാ യാത്ര, സമൂഹത്തോട് ഉണരാൻ ആവശ്യപ്പെടുന്ന യാത്ര, സമൂഹത്തോട് തിരിച്ചറിയണം എന്നാവശ്യപ്പെടുന്ന യാത്ര, അത്തരത്തിലുള്ള ഒരു യാത്ര ആസൂത്രണം ചെയ്തു. നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കലാലയങ്ങൾ, ഇവയൊക്കെ ഇത്തരത്തിലുള്ള വിപത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഓരോ വ്യക്തിയെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ ജില്ലയുടെ തന്നെ ഭാഗമായിട്ടുള്ള അധികം ദൂരെയല്ലാത്ത വെഞ്ഞാറമൂട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ, ഒരു കുടുംബത്തിലെ 5 പേരെ, ആത്മബന്ധുക്കളായിട്ടുള്ള ആളുകളെ ഒരു ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, അതല്ല നെടുമങ്ങാട് കഴിഞ്ഞ വർഷം നെടുമങ്ങാടുകാരനായിട്ടുള്ള സിദ്ധാർത്ഥൻ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനിരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സംഭവം, ഇതൊക്കെ ഈ തരത്തിലുള്ള രാസലഹരിയുടെ ഉപഭോഗത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ കലാലയങ്ങളിൽ റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കുള്ള പങ്ക് നമുക്ക് നിഷേധിക്കാനാവില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ, ആ വിദ്യാലയത്തിലെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരാളെ വിവസ്ത്രനാക്കി ആ ആളുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് അത് വെച്ച് ആ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവം ഉൾപ്പെടെ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ, ഇതെല്ലാം ഒരു നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ള വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. സ്വന്തം മകനെ പോലും അച്ഛൻ ഈ മയക്കുമരുന്നുകളുടെ കടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്ത അറിയുമ്പോൾ മനുഷ്യബന്ധം എന്നുള്ളത് എത്ര ശിഥിലമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ, ഇന്നത്തെ സമൂഹത്തിലെ മൂല്യശോഷണം സംഭവിച്ചിട്ടുള്ള ആ സമൂഹത്തിന്റെ ഇന്ന് വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ഫലമായിട്ടാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ അറിവുള്ളവനെ, കഴിവുള്ളവനെ ബഹുമാനിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പണമാണ് സർവസ്വവും എന്നുള്ള തരത്തിലേക്ക് മാറുമ്പോൾ പണമുള്ളവനെ മാത്രം ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം, അറിവിനേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകപ്പെടുന്ന സാഹചര്യം, ആ സാഹചര്യം പലപ്പോഴും നമ്മുടെ മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടേത് മാത്രം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് സ്വാഭാവികമായും കുട്ടികളെ വിപണനത്തിന്റെ ശൃംഖലയുടെ ഭാഗമാക്കാനാണ് ഈ വിപണനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് അതിനവർക്ക് പ്രതിഫലം നൽകിക്കൊണ്ട് അവരെ ഈ ശൃംഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടക്കത്തിൽ വന്ന് അതിൽ നിന്ന് ക്രമേണ ആ ശൃംഖലയുടെ ഭാഗമാകുന്ന ആളുകൾ ഇതിന്റെ പുതിയ രുചി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമാകുകയും അതിലൂടെ ആ കുട്ടി അത്തരത്തിലുള്ള പുതിയ രുചികളുടെ അടിമയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ പങ്ക് ഇതിൽ നിർവഹിക്കാനുണ്ട്. നമ്മുടെ മുതിർന്നവർക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ 4-3 സമയം ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ അവനിലോ അവളിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ തിരിച്ചറിയാനും
ആ മാറ്റങ്ങൾക്കുള്ള കാരണം കണ്ടെത്തുകയും അതിനുള്ള പരിഹാര മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. പലപ്പോഴും രക്ഷിതാക്കൾക്ക് തന്നെ ഇതിനെന്താണ് പരിഹാരമെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും കണ്ടെത്താനും കഴിയാത്ത ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് എന്നുള്ളതും ഞാൻ നിഷേധിക്കുന്നില്ല. പല രക്ഷിതാക്കളും ഇന്നത്തെ കുടുംബങ്ങളിലൊക്കെ 1-2 കുട്ടികളാണ്. അപ്പൊ എന്റെ മകൾ ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു ബന്ധമാണുള്ളത്. അതുകൊണ്ട് അവളോ അവനോ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ, ആ തെറ്റുകാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ഇനി തിരിച്ചറിഞ്ഞാലും എങ്ങനെ അവളെയോ അവനെയോ നേരായ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കാൻ എന്ന് അറിയാത്തവരായിട്ട് മാറുകയോ ചെയ്യുമ്പോൾ സമൂഹത്തിനൊരു വലിയ ചുമതല ഈ കാര്യത്തിലുണ്ട്. നമ്മുടെ സാമൂഹ്യ സംഘടനകൾ കേരളത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ സാമൂഹ്യ സംഘടനകളാണ്. നമ്മുടെ ഈ കാട്ടാക്കട ഈ പ്രദേശം അരുവിപ്പുറത്തിന് തൊട്ടടുത്താണ്. കേരളം നിരവധി ക്രൈസ്തവ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശമാണ്. ഈ സംഘടനകൾക്കൊക്കെ, ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുന്ന മുതിർന്നവരായിട്ടുള്ള രക്ഷാകർത്താക്കൾക്ക് അവർക്കൊരു അത്താണിയായിട്ട് മാറാൻ കഴിയുന്ന സംവിധാനങ്ങൾ, അങ്ങനെ വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്തമാണ് കാലികമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം. അതുകൊണ്ട് ഈ ഒരു യാത്ര ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച് വിവിധ പ്രദേശങ്ങളിൽ ഒരുമിച്ചു വന്ന ജനങ്ങൾ ഈ വിപത്തിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷെ അവബോധത്തിൽ നിന്ന് പരിഹാര മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലേക്ക് ഇത് മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ ഈ യാത്ര സഫലമാകുകയുള്ളൂ. ജന്മഭൂമിയുടെ യാത്ര കേവലം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്ത് ജനങ്ങളെ ഈ വിഷയത്തെക്കുറിച്ച് അവരെ ഉണർത്തുക, ജാഗരൂകരാക്കുക എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ തനിച്ചും കൂട്ടായും നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യനിര ഉണ്ടാക്കുന്നതിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഐക്യനിര, അങ്ങനെ ഒരു ഐക്യനിര സൃഷ്ടിക്കുന്നതിന് കാരണമാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.